എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാവണൻ്റെ പത്നി മണ്ഡോദരിയെക്കുറിച്ചാണ്. മണ്ഡൂകം അഥവാ തവളയുമായി ബന്ധപ്പെടുത്തി മണ്ഡോദരിയുടെ ജന്മത്തിന് കഥകളുണ്ട്. അതുകൊണ്ടാണ് മണ്ഡോദരി എന്ന പേര് വരാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു. രാവണൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ ഒരു പതിവ്രതയായ സ്ത്രീയായാണ് രാമായണത്തിൽ മണ്ഡോദരി പ്രത്യക്ഷപ്പെടുന്നത്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവന്ന് അശോകവനത്തിലിരുത്തുമ്പോൾ തിരിച്ച് സീതയെ കൊണ്ടുവിടണം, അത് മര്യാദയല്ല എന്നൊക്കെ പറഞ്ഞ് വേണ്ട കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഉത്തമയായ ഭാര്യയാണ് മണ്ഡോദരി. അതുപോലെ തന്നെ അക്ഷകുമാരൻ്റെയും മേഘനാഥൻ്റെയും ഒക്കെ അമ്മ എന്നുള്ള നിലയ്ക്കും നല്ല ഒരു അമ്മയും കൂടിയാണ് മണ്ഡോദരി. ഇന്ന് മണ്ഡോദരിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. നമസ്കാരം. ഈ നമ്മളുടെ ഇതിഹാസ പുരാണങ്ങളിലെല്ലാം വലിയ ബിഗ്ഗർ ദാൻ ലൈഫ് സൈസ് എന്ന് പറയാവുന്ന വില്ലന്മാർ, നായകന്മാരെ അതിശയിക്കുന്ന ആളുകൾ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലെല്ലാം ഉണ്ട്. ഇപ്പോൾ മഹാഭാരതം എടുത്താൽ ദുര്യോധനൻ എന്ന് പറയുന്ന വില്ലൻ, നമ്മൾ വില്ലൻ എന്ന് വിളിക്കുന്നു, അദ്ദേഹം വില്ലനല്ല എന്നും വാദഗതിയുണ്ട്. എന്നാലും നമ്മൾ പ്രതിനായക സ്ഥാനത്ത് നിർത്തി ഇത്രയും നാൾ കണ്ടിട്ടുള്ള ദുര്യോധനൻ എന്ന കഥാപാത്രം ഒരു പക്ഷേ അതിലെ നായകനാവുന്ന ധർമ്മപുത്രരെക്കാളുമോ പാണ്ഡവന്മാരിൽ എല്ലാവരെക്കാളുമോ വലിയ ഒരു ശക്തനായി നിലകൊള്ളുന്നുണ്ട്. രാമായണം എടുത്താലും രാമനെ ഒപ്പമോ ചിലപ്പോൾ രാമനേക്കാൾ ഒരുപടി മുകളിലോ ഉഗ്രപ്രഭാവമുള്ള ആളാണ് രാവണൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്കെല്ലാം കുടുംബമുണ്ട്, ഇവരോടൊപ്പം എല്ലാം ഓരോ സ്ത്രീകൾ അല്ലെങ്കിൽ പല സ്ത്രീകൾ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മനസ്സിനെ കുറിച്ചുള്ളൊരു അന്വേഷണം പലപ്പോഴും നടക്കാറില്ല. നമ്മൾ ഇവരെയൊക്കെ കാണുന്നു, ഇവരെ ആദരിക്കുന്നു, അല്ലെങ്കിൽ ഇവരെ വെറുക്കുന്നു, ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോഴെല്ലാം ഇവരുടെ പിന്നിലായിപ്പോയ, ഇവരുടെ പ്രഭാവം കൊണ്ട് സ്വന്തം പ്രഭ മങ്ങിപ്പോയ നിരവധി സ്ത്രീകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. രാമായണത്തിലെ മണ്ഡോദരി അങ്ങനെ ഒരു വനിതാരത്നമാണ്. ശരിക്കും ഒരു കളങ്കവും നമുക്ക് രാമായണത്തിൽ മണ്ഡോദരി വളരെ കുറച്ച് ഭാഗത്തേ വരുന്നുള്ളൂ. പക്ഷേ ആ വരുന്ന ഭാഗത്തൊന്നും മണ്ഡോദരിക്ക് എന്തെങ്കിലും ഒരു കളങ്കമുള്ളതായി നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങേയറ്റം സാധ്വിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ജനനത്തെ സംബന്ധിച്ച് പല പല ഐതിഹ്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഒരു കിണറ്റിൽ ഒരു ശാപം കൊണ്ട് വീണുപോയ അപ്സരസിൻ്റെ മകളായിട്ട് ജനിക്കുകയും ഒരിക്കൽ മണ്ഡൂകമായിരുന്നതുകൊണ്ട് മണ്ഡോദരി എന്ന് വിളിക്കുകയും ചെയ്തു. പക്ഷേ രാമായണത്തിൽ വേറൊരു സ്ഥലത്ത്, പല സ്ഥലത്തും മന്ദോദരി എന്ന് പറയുന്നുണ്ട്. ഉദരം കൃശമായതുകൊണ്ട്, സ്ത്രീകളുടെ ഒരു സൗന്ദര്യ ലക്ഷണത്തിൽ പണ്ട് കൃശമായ ഉദരത്തോടു കൂടിയവർ, ഒതുങ്ങിയ ഉദരത്തോടു കൂടിയവർ സുന്ദരികളാണെന്ന് പറയുന്നതുകൊണ്ട് മന്ദോദരി എന്നും പറയുന്നുള്ളൂ. രാവണൻ ലങ്കാധിപതിയായിട്ട് ശൂർപ്പണഖയും ഒക്കെ ആയിട്ട് താമസിക്കുമ്പോൾ ശൂർപ്പണഖയ്ക്ക് വിദ്യുജുഹൻ എന്ന് പറയുന്ന വരനെ കണ്ടുപിടിച്ച് കൊടുത്തൊക്കെ കഴിഞ്ഞ് രാവണൻ ഒരു നായാട്ടിന് പോകുമ്പോൾ വനത്തിൽ വെച്ച് മയൻ എന്ന അസുരനെയും, ദൈത്യൻ എന്നാണ് പറയുക, അത് ദിതിയുടെ മകനായതുകൊണ്ടാണ്. കശ്യപ പ്രജാപതിക്ക് 2 ഭാര്യമാർ, അതിഥിയും ദിതിയും. അപ്പോൾ അതിഥിയിൽ നിന്ന് ജനിച്ചവരെല്ലാം ദേവന്മാർ, ആതിഥേയന്മാർ. ദിതിയിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈത്യന്മാർ എന്ന് പറയും. അപ്പോൾ ഇതിലൊരു ദൈത്യനായിട്ടുള്ള, ദാനവനായിട്ടുള്ള ഒരു മയൻ എന്നയാൾ അദ്ദേഹത്തിൻ്റെ മകളെയും കൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ രാവണൻ അതുവഴി ചെന്നു. അപ്പോൾ രാവണൻ അതുവഴി ചെന്നപ്പോൾ ഇയാളൊന്ന് പരിഭ്രമിച്ചു. അപ്പോൾ രാവണൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മയൻ എന്ന അസുരനാണ്. ഇവൾ ഹൈമ എന്ന അപ്സരസിനെ ജനിച്ച മകളാണ്. ഇവൾ എന്നെപ്പോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട മകളാണിവൾ. ഈ ഹൈമയ്ക്ക് താമസിക്കാൻ വേണ്ടി ഞാൻ വലിയ ഒരു, ചില സ്ഥലത്ത് ഹേമ എന്നും പറയുന്നുണ്ടാവും, ഹൈമ എന്ന് രാമായണത്തിൽ പറയുന്നു. അപ്പോൾ ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു മന്ദിരം ഞാൻ പണിയിപ്പിച്ചു കൊടുത്തു. പക്ഷേ അവരതിൽ താമസിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഈ മകളുമായിട്ട് ഞാൻ നടക്കുകയാണ്. അവൾ അങ്ങോട്ട് വന്നില്ല, ഹൈമ വന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. പെൺകുട്ടിയുള്ള ഒരു അച്ഛൻ്റെ ദുഃഖം നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട്. പ്രായമായ ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ട് നടക്കുന്ന അച്ഛനെന്ന നിലയിൽ എനിക്ക് നല്ല ഭയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പുലസ്ത്യൻ്റെ മകൻ, വിശ്രവസിൻ്റെയും മകനായിട്ടുള്ള രാവണനാണ് ഞാൻ ലങ്കയുടെ അധിപനാണ്, എനിക്കിങ്ങനെ വലിയ സാമ്രാജ്യമുണ്ട് എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇവരെ ഈ സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ ആഗ്രഹത്തോടു കൂടി അയാൾ സമീപിക്കുന്ന കണ്ടപ്പോൾ ഒന്നും പറഞ്ഞിട്ടല്ല, മയൻ മണ്ഡോദരിയെ അവിടെ വെച്ച് തന്നെ കന്യാദാനം നടത്തി. അവിടെ വെച്ച് തന്നെ അദ്ദേഹം ഭാര്യയായി വരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ മണ്ഡോദരിയെ കാണുന്നത് അവിടുത്തെ പട്ടമഹിഷിയായിട്ടാണ് ലങ്കയിലെ.
പക്ഷെ കൃത്യമായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മണ്ഡോദരിക്ക് അങ്ങനെ ഒരു റോൾ ഉള്ളതായിട്ട് നമ്മൾ ആ സ്ഥലത്തൊന്നും കാണുന്നില്ല. 2 മക്കളെ പ്രസവിച്ചു, ഇന്ദ്രജിത്തിനെയും അക്ഷകുമാരനെയും. അക്ഷകുമാരൻ ഹനുമാൻ്റെ ഉദ്യാന പ്രവേശത്തോടുകൂടി ലങ്കാദഹനത്തോടുകൂടി അവിടെ വെച്ച് മരണമടഞ്ഞു. ഇന്ദ്രജിത്താണ് പിന്നെ ഉള്ളത്. ഹനുമാൻ്റെ ഈ ലങ്കാദഹനം കഴിഞ്ഞ് ഹനുമാൻ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ, ലങ്കാദഹനത്തിന് തൊട്ട് മുമ്പ് കാത്തിരിക്കുമ്പോൾ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴാണ് രാവണൻ സീതയുടെ അടുത്തേക്ക് സർവാഭരണ വിഭൂഷിതനായി പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് മലയാളത്തിൽ അഴകിയ രാവണൻ എന്ന ചൊല്ലുണ്ടാവാൻ കാരണം. അത് എല്ലാ തരത്തിലും സർവാഭരണ വിഭൂഷിതനായി സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി അവിടെ ചെന്നിട്ട് സീതയോട് രാമനെ, ഇങ്ങനെയുള്ള രാമനെ നിങ്ങൾ എന്തിനാണ് കൊണ്ടു നടക്കുന്നത്, എന്നെ ഭർത്താവാക്കൂ എന്ന് പറഞ്ഞപ്പോൾ സീത രാവണനെ ആക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി ആക്ഷേപിച്ചു. ഒരു കാരണവശാലും സ്വീകരിക്കില്ല, എൻ്റെ ഭർത്താവ് വന്ന് നിന്നെ കൊന്നിട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇദ്ദേഹം സീതയെ ആക്രമിക്കാൻ ഒരുമ്പെട്ടു. ആ സമയത്ത് ഇത് വാൽമീകി രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിലെ 22-ാം സർഗത്തിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് ധന്യമാലിനി എന്ന് പറഞ്ഞിട്ട് ഒരു രാവണൻ്റെ പത്നിമാരിൽ ഒരുവൾ വന്നിട്ട് രാവണനെ പിടിച്ച് നിർത്തിയിട്ട് അങ്ങ് എന്നോടൊപ്പം വരൂ, ഞാൻ അങ്ങയെ ആനന്ദിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് രാവണനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ധന്യമാലിനിയെ നമ്മൾ അതിന് മുമ്പോ ശേഷമോ കണ്ടിട്ടില്ല. പക്ഷേ രാമായണ വ്യാഖ്യാതാക്കളായിട്ടുള്ള ചിലർ പറയും ഈ ധന്യമാലിനി മണ്ഡോദരി തന്നെയാണ്. മണ്ഡോദരിക്ക് അങ്ങനെയും ഒരു പേരുണ്ടാവാം, എവിടെയും നമ്മൾ അങ്ങനെ ഒരു പേര് കാണുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു പേരുണ്ടാവാം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു സന്ദർഭം, യുദ്ധം ഇങ്ങനെ നടക്കുന്ന സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടി രാവണൻ സീതയുടെ അടുത്ത് ചെന്നിട്ട് ഇതുപോലൊരു അഭ്യർത്ഥന നടത്തി. അത് വാൽമീകി രാമായണം നമ്മളുടെ സുന്ദരകാണ്ഡത്തിലെ 58-ാമത്തെ സർഗമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതുപോലെ തന്നെ ഒരു അഭ്യർത്ഥന നടത്തുകയും, അപ്പോൾ യുദ്ധം ഒഴിവാക്കാമല്ലോ, ഇവരിപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി വന്നാൽ ഈ വലിയ നാശം ഒഴിവാക്കാം, അതുകൊണ്ട് എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞിട്ട്, ഇത് ഭീഷണിയാണ്. അപ്പോൾ അസുര വനിതകളായിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ട്, രാക്ഷസ സ്ത്രീകളെ എല്ലാം കൊണ്ട് സീതയെ പേടിപ്പിക്കുക, അവരുടെയൊക്കെ വർണ്ണനയൊക്കെ ഉണ്ട് വാൽമീകി രാമായണത്തിൽ. ഈ അസുര സ്ത്രീകളുടെയൊക്കെ വളരെ ബീഭത്സമായിട്ടുള്ള ശാരീരിക പ്രകൃതിയുള്ള ആളുകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും സീതയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ മണ്ഡോദരിയാണ് ഇറങ്ങി വരുന്നത്. മണ്ഡോദരി വന്ന് രാവണനെ പിടിച്ചിട്ട്, ഇവിടെ അപ്സര സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അങ്ങയെ സന്തോഷിപ്പിക്കാനുള്ളപ്പോൾ അങ്ങ് എന്തിനാണ് ഈ സീതയുടെ പിന്നാലെ നടക്കുന്നത്? സീത അങ്ങനെ ഉള്ള ഒരാളല്ല, നമുക്കതിനെ സമീപിക്കരുത് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പിന്തിരിപ്പിക്കുന്നുണ്ട്. ഇത് 2 പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ്. മൂന്നാമത്തെ, പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നൊരു സന്ദർഭം രാവണൻ മരിച്ചതിന് ശേഷമുള്ള മണ്ഡോദരിയുടെ വിലാപമാണ്. അത് വളരെ വാൽമീകി രാമായണത്തിൽ ദീർഘമായ ഒരു വിലാപമാണ്. അപ്പോൾ അതിനകത്ത് അവർ ഈ രാവണൻ ഇതുവരെ ചെയ്തു പോയതെല്ലാം അപരാധമാണ്, എന്തിനാണത് ചെയ്തത്, കുംഭകർണൻ അങ്ങയോട് പറഞ്ഞു, വിഭീഷണൻ അങ്ങയോട് പറഞ്ഞു, ഇതിനിടയിൽ ഞാൻ അങ്ങയെ ഉപദേശിച്ചു, ആരൊക്കെ അങ്ങയെ ഉപദേശിച്ചു, അങ്ങ് ഒരു ഉപദേശവും കേട്ടില്ല, പകരം അങ്ങേക്ക് അങ്ങയുടെ ബലത്തിൽ വലിയ വിശ്വാസമായിരുന്നു, അങ്ങ് എന്തിനാണ് ഈ സീത, ഈ ഒരു സ്ത്രീയെ കൊണ്ട് അങ്ങേക്ക് എന്താണ് നേട്ടമുണ്ടാകുമായിരുന്നത്, അങ്ങ് എന്നിട്ടും ഇങ്ങനെ ചെയ്തല്ലോ, ഈ അധർമ്മത്തിന് അങ്ങ് ഇരയായി പോയല്ലോ, അതിൻ്റെ ഫലമല്ലേ നമ്മൾ അനുഭവിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ദീർഘമായ മണ്ഡോദരിയുടെ വിലാപമുണ്ട്. ആ വിലാപത്തിൽ മണ്ഡോദരി എത്രമാത്രം സഹിച്ചിട്ടുണ്ടാവണം അല്ലേ? അതെ, പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ത്രീകളെല്ലാം സഹിക്കുന്നുണ്ടാവുമല്ലോ. നമ്മുടെ ഇപ്പോഴും അങ്ങനെ നമ്മുടെ എത്ര മണ്ഡോദരിമാരല്ല എത്ര സ്ഥലങ്ങളിൽ കഴിയുന്നുണ്ടാവും. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യബോധമൊക്കെ സ്ത്രീകൾക്ക് വരുന്നതുകൊണ്ട് കുറച്ചുകൂടി ചെറുത്തുനിൽപ്പ് സാധ്യമാകുന്നുണ്ട്. പക്ഷേ അന്നത്തെ ഒരു സാമൂഹിക അവസ്ഥയിൽ ആ ചെറുത്തുനിൽപ്പൊന്നും സാധ്യമല്ല. സ്ത്രീ എന്ന് പറയുന്നത് തീർത്തും ഭർത്താവ് എന്ത് പാപം ചെയ്താലും അതിനെല്ലാം അനുസരിച്ച്, അതല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തിൽ നിന്ന് അവർ പുറത്തായി പോവുകയോ അവരുടെ സമൂഹത്തിൽ നിന്ന് പുറത്തായി പോവുകയോ ചെയ്യുന്ന തരത്തിലുള്ള വലിയ അതെ അങ്ങനെ ഒരു ബന്ധനം, അതിനകത്ത് അങ്ങനെ ഒരു ബന്ധനം ഉണ്ടായിരുന്നു. ആ ബന്ധന സമയത്താണ്. എന്നിട്ട് വിഭീഷണനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് സംസ്കാരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് മണ്ഡോദരി നിർദ്ദേശിച്ചനുസരിച്ചാണ് വിഭീഷണൻ പിന്നീട് സംസ്കാര കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത്. അത്രയും ഭാഗത്ത് മാത്രമാണ് മണ്ഡോദരി പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ മണ്ഡോദരി അത്രമാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും രാമായണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ മണ്ഡോദരിയെ ഓർക്കും. കാരണം രാവണൻ എന്ന ധികൃത ശക്ര പരാക്രമശാലിയായിട്ടുള്ള ഭീകരനായിട്ടുള്ള ഈ രാക്ഷസ വീരൻ്റെ കൂടെ ഇങ്ങനെ കഴിയേണ്ടി വന്നു. അപ്പോൾ അതുമാത്രമല്ല, അവർ ആ ധർമ്മത്തിൽ നിന്ന്, അവരുടെ അടിസ്ഥാന ബോധ്യമായ ധർമ്മത്തിൽ നിന്ന് തെല്ലും വ്യതിചലിച്ചതുമില്ല. സ്ത്രീകളുടെ ഗുണങ്ങൾ അടങ്ങി ഒതുങ്ങി ഭർത്താവ് പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുകയല്ല എന്ന് നമുക്കിപ്പോഴറിയാം. പക്ഷേ അങ്ങനെ വേണ്ടി വന്നിട്ട് പോലും ചില സന്ദർഭങ്ങളിലെങ്കിലും
ഇതൊരു തെറ്റായ പാതയിലാണ് താങ്കൾ സഞ്ചരിക്കുന്നത് എന്ന് പറയാൻ വേണ്ട ആത്മബലം പ്രദർശിപ്പിച്ചു എന്നതാണ് മണ്ഡോദരിക്ക് രാമായണത്തിലുള്ള ഏറ്റവും വലിയ പ്രസക്തി. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രധാന കഥാപാത്രങ്ങളിലേക്ക് അടുക്കുകയാണ്. എല്ലാവരും അകംപുറം ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നാളെ വീണ്ടും എത്താം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.